നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുവേ നീറ്റ് എക്സാം ഇച്ചിരി പാടുമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തേക്ക് മുതലെടുത്തുകൊണ്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് വിദേശത്തേക്കുള്ള MBBS വിദേശത്ത് പോയുള്ള കോഴ്സുകൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വളരെ സജീവമായിട്ട് മാർക്കറ്റ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് പരസ്യങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെയധികം ഭീകരമായിട്ട് കുട്ടികളിലേക്ക് ബീം ചെയ്തു വരുന്നുണ്ട്. ഒരു കാര്യം ഈ സമയത്ത് എല്ലാവരും ഓർക്കേണ്ടത്, നമുക്ക് ഈ വിദേശത്തൊക്കെ പോയി MBBS പഠിച്ച കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു 15-20% കുട്ടികളാണ് അതിൽ നിന്ന് ഒരു ലൈസൻസിങ് എക്സാമെങ്കിലും പാസ്സായിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ കുറേയൊക്കെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ 1% താഴെയൊക്കെ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇത്തരം കുട്ടികളുടെയൊക്കെ ഭാവി വളരെയധികം ചലഞ്ചിങ് ആണ്. പ്രധാനമായിട്ടും ഇന്ന് ലോകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വൈറ്റ് കോളർ ജോബിൻ്റെ ഒരു കാലം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ഒരു ബ്ലൂ കോളർ ജോബിൻ്റെ റെവല്യൂഷനാണ്. എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്യാനറിയുന്ന, തൊഴിലറിയാവുന്ന, പണി അറിയാവുന്ന ആൾക്കാരെയാണ് ആവശ്യം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനി AI അല്ലാതെയുള്ള ജോലികളൊക്കെ ലഭിക്കുക. ഇപ്പോൾ തന്നെ ഒരു AC നമുക്ക് അല്ലെങ്കിൽ ഒരു റെഫ്രിജറേഷനോ AC യോ പിന്നെ റിപ്പയർ ചെയ്യണമെങ്കിൽ അതിനാളിനെ കിട്ടാനില്ല, ഒരു പ്ലംബറിനെ കിട്ടാനില്ല, ഇലക്ട്രീഷ്യനെ കിട്ടാനില്ല, കാർപ്പൻ്ററിനെ കിട്ടാനില്ല. ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ മെക്കാനിക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഇനിയും ജോലി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ വലിയ ഓട്ടോമേഷനും വലിയ റോബോട്ടിക്സിൻ്റെ AI-യുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി ഈ വൈറ്റ് കോളറിൻ്റെ പുറകിന് പോവുക. അതിന് കുഴപ്പമില്ല. ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു വിഭാഗം കുട്ടികൾ അത്തരം കോഴ്സുകളൊന്നും പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൈസ ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് കുറേ ഡിഗ്രികൾ എടുക്കാനായിട്ടൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ആ ഡിഗ്രികൾക്കൊക്കെ ടിഷ്യൂ പേപ്പറിൻ്റെ വില ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവസാനം ഒരു ജോലി ഇല്ലാതാവും. ഈ പഠിക്കാൻ വിടുന്ന കുട്ടി പഠിക്കാൻ പോകുന്ന കോഴ്സിന് ഒരു ഹൈലി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണോ? അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ മീഡിയോക്രിറ്റിയാണ് ഒരു സാധാരണ നിലയിലുള്ള ഒരാളായിട്ട് ആകാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് അൺഎംപ്ലോയിഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.